കെരട്ടോസിസ് പൈലാരിസ്, സ്ട്രോബെറി സ്കിൻ, ചിക്കൻ സ്കിൻ എന്ന പേരിലെല്ലാം ഇത് അറിയപ്പെടാറുണ്ട്. ചെറിയ കുട്ടികളിലും ചിലപ്പോൾ ടീനേജേഴ്സിലും അഡൾട്ട്സിലും കാണാം. പ്രധാനമായിട്ടും കൈയുടെ മുകളിൽ റെഡ്, സോളിഡ്, തിക്കായിട്ടുള്ള ചെറിയ ചെറിയ ബംസ് പോലെയാണ് ഇത് കാണാറുള്ളത്. ചെറിയ കുട്ടികളിൽ ഏറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ഏറ്റോപിക് എക്സിമ, സെൻസിറ്റീവ് സ്കിൻ ഇതിൻ്റെയൊക്കെ പാർട്ടായിട്ട് ഈ റാഷസ് കാണാം. ടീനേജേഴ്സിലും അഡൾട്ട്സിലും ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ആക്നെയും കാണാം. കയ്യിൽ മാത്രമല്ല, മുഖത്തിൻ്റെ സൈഡിലും ചിലപ്പോൾ തുടകളിലും കുട്ടികൾക്ക് കാണാറുണ്ട്. കുട്ടികളിൽ ഏറ്റോപിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കേപ്പീസ് ആണെങ്കിൽ മിക്കവാറും അവർ വളർന്നു വരുന്നതോട് കൂടിയിട്ട് കേപ്പീസ് തനിയെ മാറിപ്പോവാറുണ്ട്. എന്നാൽ അഡൾട്ട്സിലും ടീനേജേഴ്സിലും കാണുന്ന കേപ്പീസ് കുറേ നാൾ പെർസിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ ഹെയർ ഫോളിക്കിൾസ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഫോളിക്കുലർ ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സിൽ സ്കിന്നിൽ പ്രോട്ടീനായിട്ടുള്ള കെരറ്റിൻ പ്ലഗ് പോലെ വന്ന് അടഞ്ഞിരുന്നിട്ടാണ് കെരട്ടോസിസ് പൈലാരിസ് ഉണ്ടാകുന്നത്. കേപ്പീസിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് വേണം കേപ്പീസ് ട്രീറ്റ് ചെയ്യാൻ. മൈൽഡ് കേപ്പീസ് ആണെങ്കിൽ കെരട്ടോലൈറ്റിക് ഏജൻസ്, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഇങ്ങനത്തെ കെരട്ടോലൈറ്റിക് ഏജൻസ് അതിൻ്റെ കൂടെ മോയ്സ്ചറൈസേഴ്സും റെഗുലറായി യൂസ് ചെയ്താൽ മൈൽഡ് സ്റ്റേജസിൽ കേപ്പീസ് കൺട്രോൾ ചെയ്യാം. എന്നാൽ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കെരട്ടോസിസ് പൈലാരിസ് ആണെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് കെമിക്കൽ പീൽസ് ആയിരിക്കും നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് ചെയ്യാം. വേറൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ലേസർ ഹെയർ റിഡക്ഷൻ. ഹെയറിൻ്റെ ഡെൻസിറ്റിയും തിക്നെസ്സും കുറയുമ്പോൾ കേപ്പിയുടെ സിവിയറിറ്റി കുറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.